പാവം എന്റെ കെട്ടിയോന് ഇവിടെ ചെടികളൊക്കെ നനക്കുന്നത്. ആള് ചെടി ഉണ്ടാക്കി ആളെന്നെ നനക്കുന്നു. ആ നമുക്ക് പത്തിരി തന്നെ അല്ല അപ്പൊ എന്താ പിന്നെന്താ വണ്ടിക്കാ വെറൈറ്റി ഇപ്പൊ എന്താ? ഇവിടെ തെങ്ങുണ്ട്, പിന്നെ ചക്ക ഉണ്ട്. ചക്ക വേണോ വേണോ? ഒരു ചക്കട്ട് നല്ല ടൈറ്റിൽ കൂട്ടാണ്ടാക്കിട്ട് അതിക്ക് ഇറച്ചിക്കറിയൊക്കെ പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് പത്തിരിക്ക് എടുത്തിട്ട് ഈ നോമ്പ് മുറിപ്പിക്കും ഈ സാധനം. ആ കുത്ത ഈ പിലാമത്തെ ചക്കയാണ് കേട്ടോ ഇന്നത്തെ താരം വരാൻ പോണത്. അപ്പൊ ഇക്കാക്കൊരാഗ്രഹം ഈ ചക്ക കൂട്ടാൻ. എന്നാ പിന്നെ ആയിക്കോട്ടെ, നമ്മളെ താഴത്തോടുള്ള ചക്ക കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. അല്ലേക്കാ എന്താ ഈ പുറത്ത് പണി? ഇതെന്താ ഇതെന്താ ഇതോ കഞ്ഞിവെള്ള? എനിക്ക് കാടിവെള്ളൊന്നും വേണ്ട. കൂവപ്പൊടി. എത്ര ദിവസമായി എന്റെ മകൻ ഇതിലേറല്ലേ നിങ്ങളെ പൈസ എടുത്ത് വാങ്ങിയോണ്ടിട്ടോ. നിങ്ങളെ കഷ്ടപ്പെടുന്ന കാണാൻ നല്ല ടേസ്റ്റാ. ഫുള്ള് ഇക്കതാ നല്ല കൂവപ്പൊടി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഒരാഴ്ച ആയി ഇതിന്റെ പുറകെ ഇങ്ങനെ ചാടി കളിക്കുന്നത്. ഇതിലേറല്ലേ 1 കിലോ പൊടി വാങ്ങണം. 1000 ഉറുപ്പ്യ എടുത്താൽ 2000 ഉറുപ്പ്യ എടുത്താൽ. ഇത് നാടനാ? ഓഹോയ് 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 ഓഹോയ്. നമ്മുടെ ചക്ക ഇവിടെ ഇട്ടിട്ടുണ്ട്. ആള് ചെറുതാണ്, വലിയത് കൈമിലുണ്ട്, കുറച്ച് ദൂരെയാണ്. അതുകൊണ്ട് നമ്മൾ ചെറുതാണ് ഇട്ടിട്ടുള്ളത്. ഇക്ക ഇനി എന്താ തോട്ടത്ത് പണി? കൊക്കോ അതിന്റെ ഒരാളാണ് കേട്ടോ ഈ കാണുന്ന മുതല്. കൊക്കോ എന്ന് പറഞ്ഞ അവിടെ ഉണ്ടാവും. എനിക്കാണെങ്കിൽ ഇഷ്ടമില്ല. ക്ഷമ വേണക്ക ആ ഫ്രൂട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ. ക്ഷമ നല്ല കടച്ചില്ല. അത് മതി. അതുണ്ടാവുക ചക്ക കട്ടിങ് ചെയ്തരില്ലേ? ഇത് ഫുള്ള് നാടനാണല്ലോ. തോട്ടത്തേക്ക് ഇറങ്ങ നിങ്ങൾ തന്നെ ഒരു നാടനാ. തനി നാടൻ കാക്ക. ഇതാ ഇവിടെ നമ്മളെ നാടനൊക്കെ കഴിക്കണമെങ്കിൽ ഇതുപോലെ സഹായിച്ചു തരേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ അടുപ്പിൽ ആഗ്രഹം മനസ്സിൽ വെച്ചിരിക്കേണ്ടി വരും. ഹെൽപ്പ് ചെയ്താല് കണ്ടില്ലേ, ഒത്തുപിടിച്ചാൽ മലയും പോലും. ഹെൽപ്പ് ചെയ്തിരിക്ക. ഇതുപോലെ നാടനൊക്കെ കഴിക്കണമെങ്കിൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഏതോ ഒത്തിട്ട് ഇങ്ങനെയൊക്കെ കയ്യല്ലെങ്കിൽ ഒത്തുപിടിച്ചാൽ മലയും പോലും. പെണ്ണുങ്ങളെ കൂടി തന്നെ സ്പീഡിൽ വരണം. ആരോട് വെച്ചിട്ടാ അപ്പിട്ട് അല്ലമ്മ എങ്ങട്ടെ ഈ വാരി കൊണ്ടോണേ? ആർക്ക് കൊടുക്കാനാ? നോമ്പായതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല വെച്ച് നാളെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് നമ്മള് ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഉമ്മ കീസിൽ നല്ല രീതിയിൽ കെട്ടി വെക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. ഇട്ടപ്പോ ചക്ക ചെറുതനെ അരിഞ്ഞപ്പോ കൊറേ തോന്നിമ്മ. അപ്പൊ ഞങ്ങള് ഇന്ന് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാണ്. ഉണ്ടാക്കുന്നത് നമ്മളെ ഉമ്മയാണ്. ഉമ്മയാണ് ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് അല്ലേ അമ്മ? അരിയാനുള്ള ഡ്യൂട്ടിയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 ഇതുപോലത്തെ പാത്രത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഉമ്മ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കൂട്ടം സെറ്റാക്കി തരും.
അരിഞ്ഞു വെച്ച ചക്ക എല്ലാം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ മഞ്ഞൾപ്പൊടി ഇടാറില്ല, ചില സ്ഥലത്തൊക്കെ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിക്ക് വേണ്ടിയിട്ട് അരപ്പും ഉണ്ടാക്കുന്നുണ്ട്. നല്ല എരിവുള്ള കൂട്ടാനാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ കുറച്ച് മുളകൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. പിന്നെ ഞാനിവിടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ, പ്രത്യേകിച്ച് എനിക്ക് ചെമ്മീൻ ഫ്രൈ പോലെ ചെമ്മീൻ കടായൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചെമ്മീൻ്റെ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കൂട്ടാനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ ഇതാ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് വലിയ സൈസുള്ള ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ ഉമ്മ അതാ കൂട്ടാനൊക്കെ ഉടച്ച് നല്ല രീതിയിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്ന് റമളാൻ സ്പെഷ്യൽ ഒരു നാടൻ വിഭവമാണ് കേട്ടോ. ഇവിടെ കൂട്ടാനായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ചക്കക്കൂട്ടാനായാലും ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെ മിക്സ് ചെയ്തിട്ടുള്ള കൂട്ടാനൊക്കെ ഇവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ഓയിൽക്ക് തന്നെയാണ് ഈ ഉള്ളി ഇട്ടിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തക്കാളിയും പച്ചമുളക് നമ്മൾ ബേസിക് ആയിട്ടുള്ള ആ ഒരു കൂട്ട് തന്നെയാണ് കേട്ടോ സ്റ്റാർട്ടിങ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ആ ഒരു പൗഡറുകളൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓവർ എണ്ണമയമില്ലാത്ത രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കാറ് പൊതുവേ കേട്ടോ. പിന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഒരു ചെമ്മീനോട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാ പൗഡറും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലൂടെ ഒഴിക്കുന്നുണ്ട്. അതുപോലെയാണ് കേട്ടോ വെക്കുന്നത്. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല എക്സ്ട്രാ. ഈ ഒരു പാലിൻ്റെ ആ ഒരു ഇത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇനി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വന്നാൽ ഞാൻ വേഗം കിച്ചണിലേക്ക് കയറി കേട്ടോ. എൻ്റെ ഐറ്റംസൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഓ ചക്കക്കൂട്ടനായപ്പോ നേരത്തെ തന്നെ വന്നിരുന്നല്ലോ. നമ്മൾ പറഞ്ഞ കോമ്പിനേഷൻ ആണ് ചക്കക്കൂട്ടാന്. 2 പത്തിരി, ചെമ്മീൻ്റെ നല്ല ഗ്രേവി, അതിങ്ങനെ വെക്കുക, ലേശം കറി, ബീഫിൻ്റെ കറി,